ഡെങ്കിപ്പനിയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയിൽ അപൂർവമായ രോഗപ്രതിഭാസം കണ്ടെത്തി കോലഞ്ചേരി മെഡിക്കൽ കോളേജ്. രക്താർബുദം മറ്റ് പലതരം അർബുദങ്ങളിൽ കാണുന്നതും എന്നാൽ ഡെങ്കിപ്പനിയിൽ വളരെ അപൂർവമായി കാണാറുള്ളതുമായ HLH സിൻഡ്രോം അഥവാ ഹീമോഫാഗോസൈറ്റിക് ലിംഫോഹിസ്റ്റിയോസൈറ്റോസിസ് എന്ന പ്രതിഭാസമാണ് 20 വയസ്സുള്ള രോഗിയിൽ കണ്ടെത്തിയത്. തക്ക സമയത്ത് രോഗത്തെ കണ്ടെത്തുവാൻ സാധിച്ചതിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായതായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എബ്രഹാം ഇട്ടിയച്ചൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞില്ല, ഈ HLH എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു രോഗിയെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമുക്ക് ഏറ്റവും സാധാരണമായ രീതിയിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിശക്തമായ നീർക്കെട്ടാണ്. ആ നീർക്കെട്ടങ്ങ് കൂടി അതിന് ക്ലോസസ്റ്റ് ആയിട്ടൊരു മലയാളം ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ഈ രോഗിയുടെ കിഡ്നി, കരളെല്ലാം പ്രവർത്തനം കുറയാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. സാധാരണ രീതിയിൽ ഡെങ്കുപ്പനി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി മാറും. 3 to 5 ഡേയ്സാണ് മാക്സിമം. ചില കേസിൽ അപ് ടു 10 ഡേയ്സ് വരെ നിൽക്കും. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര പനിയാണ്, പേഷ്യൻ്റ് ഛർദി വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ എല്ലാ അവയവങ്ങളുടെയും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കണ്ട ഓരോ അവയവങ്ങളും ഫെയിൽ ചെയ്യുകയാണ്. അപ്പോഴാണ് സംശയം തോന്നി ഈ ഒരു കോംപ്ലിക്കേഷൻ. കാരണം ഞാൻ ലിറ്ററേച്ചറിൽ നോക്കിയായിരുന്നു, ഇതിനെപ്പറ്റി എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയത്. ഇൻഫാക്ട് ഞങ്ങൾ മജ്ജ എടുക്കുന്നതിന് മുമ്പ് അതിനെ ഇഞ്ചക്ഷൻ അങ്ങ് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ തുടങ്ങിയപ്പം തന്നെ പേഷ്യൻ്റെ റെസ്പോൺസ് കാണാൻ തുടങ്ങി. അപ്പം പിന്നെ ഒന്നുകൂടെ ഉറപ്പിച്ചു ഇത് തന്നെ ആയിരിക്കാം. പക്ഷേ ആ മജ്ജയും മറ്റ് ടെസ്റ്റുകളിലും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചിലവുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, അപ്പം ഇതാണ് കാരണം, നമുക്ക് വേണമെങ്കിൽ കോട്ടയത്തേക്ക് വില അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ടെസ്റ്റുകൾ ചെയ്തതും 100% അത് തന്നെയാണ് ഉറപ്പിച്ചത്. 11 ദിവസം. ഇതൊരു കോംപ്ലിക്കേഷനാണ്, ഡെങ്കു പനീൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. ഇപ്പോൾ നമുക്കിപ്പോൾ എലിപ്പനി വന്നു കഴിയുമ്പം പലരും മരിക്കുന്നത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേഷനാണ്. ഈ ഒരു കോംപ്ലിക്കേഷൻ ഡെങ്കു പനിയിൽ മാത്രമല്ല, ഈ ക്യാൻസറുകളിൽ പ്രത്യേകിച്ച് ഈ രക്താർബുദങ്ങളിലൊക്കെ വരാറുണ്ട്. അവിടെയൊക്കെ പിന്നെ കുറച്ചുകൂടെ കോമൺ ആയിട്ട് വരും. ഇൻഫെക്ഷൻസ് വിച്ഛേദിച്ച ഡെങ്കു പനിയിലൊക്കെ വളരെ വളരെ അപൂർവമായിട്ടേ വരാം. കേരളത്തിൽ തന്നെ വളരെ ഫ്യൂ കേസ് റിപ്പോർട്ട് ചെയ്തു. രോഗത്തിന്റെ സങ്കീർണത മനസ്സിലാക്കി സർക്കാർ തലത്തിൽ നിന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എല്ലാ ചികിത്സാ സഹായങ്ങളും ഉറപ്പു നൽകിയിരുന്നതായും രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഈ മരുന്നിന് പ്രതികരിച്ചില്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ 2.5 ലക്ഷം രൂപ വരും. അത് അത്ര എളുപ്പമുള്ള എമൗണ്ട് അല്ല. പക്ഷെ അവിടെ ഞാനിപ്പം സൂചിപ്പിച്ച പോലെ നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. വെറും 24 hours അവർ വേണ്ട കാര്യം അവർ ചെയ്തു തന്നു. മെഡിസിൻ വിഭാഗത്തിൽ 8ഓളം ഡോക്ടർമാരാണ് ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സോജൻ ഐപ്പ്, പ്രൊഫസർ PA തോമസ്, വാർത്താ വിഭാഗം കോർഡിനേറ്റർ ലാൽ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള. SIP Abacus Maths മാത്രമല്ല അതിലുമധികം SIP Abacus Maths plus concentration plus better learning.